നമസ്കാരം. 3 ദിവസം അമേരിക്കയിൽ ചെന്ന് മണ്ടത്തരം മുഴുവനും വിളമ്പി രാജ്യത്തെ അപമാനിക്കുകയും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ രാജ്യവിരുദ്ധമായി സംസാരിക്കുകയും ചെയ്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. കൂടാതെ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ കൂടുതലാണെന്നും മറിച്ച് ചൈനയിൽ തൊഴിലില്ലായ്മ ഒന്നും തന്നെ ഇല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഭാരതത്തെ അപമാനിക്കുകയും ചൈനയെ ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അല്ലെങ്കിൽ ഒരു സമീപനമായിരുന്നു നിലവിൽ അമേരിക്കയിൽ രാഹുൽ ഗാന്ധി കാണിച്ചത്. വലിയ രീതിയിൽ ചൈനയോട് രാഹുലിനൊരു പ്രേമം തോന്നി എന്ന് വേണം പറയാൻ. ചൈനയോട് പണം എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ രാഹുൽ ഗാന്ധി എന്ന സംശയമാണ് നിലവിൽ എല്ലാവരും ഉന്നയിക്കുന്നത്. അത് തള്ളിക്കളയാനാകില്ല എന്നതും ഒരു പ്രധാന കാര്യമാണ്. അമേരിക്കയിലെ ഒരു വേദിയിൽ അവതാരകൻ ഇന്ത്യ അലയൻസും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കാൻ ശ്രമിച്ച രാഹുൽ ഗാന്ധി വീണ്ടും പപ്പുവാണെന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ്. അതിന്റെ വീഡിയോകളടക്കം നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസും തൃണമൂലും ശിവസേനയും ഉൾപ്പെടെ മുന്നണിയെക്കുറിച്ചായിരുന്നു അവതാരകന്റെ ചോദ്യം. അതായത് മോദി മൂന്നാമതും അധികാരത്തിൽ വരരുത് എന്നും അത് തടയാൻ വേണ്ടി കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ ഇന്ത്യ സഖ്യം എന്ന പാർട്ടി രൂപീകരിച്ചു. ഇന്ത്യ മുന്നണി എങ്ങനെയായിരുന്നു എന്നായിരുന്നു അവതാരകന്റെ ചോദ്യം. ഇതോടെ തങ്ങളുടേത് ഇന്ത്യ അലയൻസ് അല്ല, ഇന്ത്യ അലയൻസ് എന്നത് BJPയുടെ പ്രചാരണ വേല മാത്രമായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ മറുപടി. ഞങ്ങളുടേത് ഇന്ത്യ അലയൻസ് എന്നാണെന്ന് രാഹുൽ ഗാന്ധി തിരുത്തുകയും ചെയ്തു. ഇന്ത്യ മുന്നണിയാണ് നിങ്ങളുടേതെങ്കിൽ അവസാനത്തെ എ എന്ന അക്ഷരം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നായിരുന്നു അവതാരകന്റെ അടുത്ത ചോദ്യം. അപ്പോൾ ഇന്ത്യയും രാഹുൽ പറഞ്ഞത് ഇന്ത്യയും ഒന്ന് തന്നെയല്ലേ എന്ന ചിന്തയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ ആ നിമിഷം ഉയർന്നത്. ഇതുകൊണ്ട് തന്നെയല്ലേ ഇയാളെ പപ്പു എന്ന് എല്ലാവരും വിളിക്കുന്നത്. രാഹുലിന്റെ മണ്ടൻ ഉത്തരം കേട്ട് സദസ്സും വേദിയും ഒരുപോലെ ചിരിച്ചത് അയാളുടെ മണ്ടത്തരം ഓർത്തിട്ടാണെന്ന് രാഹുലിന് മനസ്സിലാകുന്നേയില്ല. അവതാരകന് ഒരു കാര്യം മനസ്സിലായി, രാഹുലിന് ഒരു കാര്യവും അറിയില്ല. അതായത് ഇന്ത്യൻ രാഷ്ട്രത്തെക്കുറിച്ച് ഒരു അടിസ്ഥാനവും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല എന്ന് അവതാരകന് മനസ്സിലായി. എന്നാൽ അലയൻസ് എന്നാണ് അർത്ഥത്തിൽ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത്. അതായത് ഇന്ത്യയും തമ്മിൽ വ്യത്യാസമില്ല എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ അതിനെ ഇന്ത്യ അലയൻസ് എന്ന് തന്നെയല്ലേ വിളിക്കേണ്ടത് എന്ന ചോദ്യമാണ് സദസ്സിന്റെ മനസ്സിൽ ഉയർന്നത്. പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് മൂന്നാം മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി എല്ലാം കൂടെ ചേർന്ന് രൂപം കൊണ്ട ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. പക്ഷെ ആ മുന്നണി എന്തിനു വേണ്ടിയാണെന്ന് പോലും രാഹുലിന് അറിയില്ല. ആ മുന്നണിയുടെ പേര് ഇപ്പം ഇന്ത്യ മുന്നണി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്നത് എന്താണെന്ന് പോലും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല എന്നത് ഇതോടുകൂടി വ്യക്തമായി. ഇതുപോലത്തെ ഒരു വ്യക്തിയെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നത് രാജ്യത്തിന് തന്നെ, അതായത് ഭാരതത്തിന് തന്നെ അപമാനമാണെന്നത് വ്യക്തമാണ്. കൂടാതെ അമിത്ഷാ ഇപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. രാഹുൽ രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ആണ് ഇപ്പോൾ ചെയ്തത്, രാഹുൽ രാജ്യദ്രോഹിയാണ് എന്ന തരത്തിൽ അമിത്ഷാ ഇപ്പോൾ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതും നമ്മൾ അത് ആശ്ചര്യത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്.